എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നാം നോക്കുന്നത് BA വിഷ്വൽ ആർട്സ് എന്ന ഒരു വ്യത്യസ്ത ഡിഗ്രി കോഴ്സിനെ കുറിച്ചാണ്. ഈ കോഴ്സ് എന്താണെന്നും ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത, BA വിഷ്വൽ ആർട്സ് എന്ന ഈ കോഴ്സിന് എങ്ങനെ അഡ്മിഷൻ നേടാം, ഈ കോഴ്സിൻ്റെ ആവറേജ് ഫീസ്, ഈ കോഴ്സ് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന കോളേജുകൾ, ഈ കോഴ്സിൻ്റെ സിലബസ് എങ്ങനെ എടുക്കാം, ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന തൊഴിൽ മേഖലകൾ തുടങ്ങിയ അനവധി വിവരങ്ങൾ നാം ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. എല്ലാവർക്കും മാസ്റ്റർ വ്യൂഡൂഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആണ് BA വിഷ്വൽ ആർട്സ് എന്ന് നോക്കി തുടങ്ങാം. ബാച്ചിലർ ഓഫ് ആർട്സ് വിഭാഗത്തിൽ ഉൾപ്പെടുന്ന 3 വർഷ കോഴ്സാണ് BA വിഷ്വൽ ആർട്സ് എന്നത്. ചില യൂണിവേഴ്സിറ്റികളും കോളേജുകളും ഈ കോഴ്സ് 4 വർഷം ഓഫർ ചെയ്യുന്ന കോഴ്സുകളും ഇതിൽ തന്നെ ലഭ്യമാണ്. എങ്കിലും ഭൂരിഭാഗം യൂണിവേഴ്സിറ്റികളിലും കോളേജുകളിലും ഈ കോഴ്സ് 3 വർഷമാണ്. 3 വർഷം ഡ്യൂറേഷൻ വരുന്ന ഈ കോഴ്സിന് ഓരോ വർഷവും 2 സെമസ്റ്ററുകൾ വീതം ആകെ 6 സെമസ്റ്ററുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഈ കോഴ്സിൽ ചേരുവാനുള്ള യോഗ്യത എന്താണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ, +2-ൽ 50% മാർക്കോടെ പാസ്സായ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിനർത്ഥം +2-ന് തത്തുല്യ യോഗ്യതകളുള്ള ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ്, സയൻസ് തുടങ്ങിയ ഏത് സ്ട്രീമിൽ +2 കംപ്ലീറ്റ് ചെയ്തവർക്കും 50% മാർക്കുണ്ടെങ്കിൽ ഈ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നതാണ്. ഇനി നമ്മൾ ഈ കോഴ്സിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നതാണ് ഈ കോഴ്സിൽ പഠിക്കേണ്ട സബ്ജക്റ്റുകൾ. സബ്ജക്റ്റുകളെക്കുറിച്ചും പഠിക്കുന്ന വിഷയത്തെക്കുറിച്ചും കൂടുതൽ വ്യക്തമായി അറിയുന്നതിനു വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്ന ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ BA വിഷ്വൽ ആർട്സ് എന്ന ഈ കോഴ്സിൽ അഡ്മിഷൻ നേടാം എന്ന് നോക്കുകയാണെങ്കിൽ, മറ്റെല്ലാ ഡിഗ്രി കോഴ്സുകളിലും അഡ്മിഷൻ നേടുന്നത് പോലെ തന്നെ 2 രീതിയിൽ ഈ കോഴ്സിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടുവാൻ കഴിയുന്നതാണ്. ഒന്നാമത്തെ രീതി മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷനാണ്. അതിന് നിങ്ങളുടെ +2-ൻ്റെ മാർക്കാണ് പരിഗണിക്കുക. ഇങ്ങനെ അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ തന്നെയുള്ള കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, MG യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയവയൊക്കെ തന്നെ +2-ൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ 1, 2, 3 തുടങ്ങിയ അലോട്ട്മെൻറ്റുകളിലൂടെ അവരുടെ ഈ കോഴ്സുകളിലേക്കെല്ലാം അഡ്മിഷൻ നൽകുന്നുണ്ട്. ആ രീതിയാണ് നമ്മൾ പറഞ്ഞ മെറിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള അഡ്മിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തെ രീതി ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ, എൻട്രൻസ് എക്സാമുകൾ അഥവാ പ്രവേശന പരീക്ഷകളിലൂടെ ഈ കോഴ്സിൽ അഡ്മിഷൻ നൽകുന്നതാണ്. ഇങ്ങനെ അഡ്മിഷൻ നൽകുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും കേരളത്തിന് പുറത്താണ് കൂടുതലായും ഉള്ളത്. ഏതാനും ചില പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമുകളാണ് ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്നത്. വിഷ്വൽ ആർട്സ് എന്നത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര രൂപ ഫീസായി വരുമെന്ന് നമുക്ക് നോക്കാം. അതിനു മുമ്പായി നിങ്ങൾ മനസ്സിലാക്കുക, ഇതിപ്പോൾ ഗവൺമെൻറ് കോളേജ് ആകട്ടെ, സെൽഫ് ഫിനാൻസിങ് ആകട്ടെ, എയ്ഡഡ് ആകട്ടെ, പ്രൈവറ്റ് ആകട്ടെ, എയ്ഡഡ് കോളേജുകളിലും ഗവൺമെൻറ് കോളേജുകളിലും എല്ലാം തന്നെ ഈ കോഴ്സ് മിക്കവാറും ലഭ്യമായിരിക്കുന്നത് സെൽഫ് ഫിനാൻസിങ് കോഴ്സുകളായിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ ഈ കോഴ്സിന് അഡ്മിഷൻ നേടുന്നത് ആയിരിക്കും നല്ലത്. പ്രൈവറ്റ് കോളേജുകളെ അപേക്ഷിച്ച് ഫീസിന് കുറവ് ലഭിക്കുന്നതാണ്. എങ്കിലും മറ്റ് ഡിഗ്രി കോഴ്സുകളൊക്കെ എയ്ഡഡ് ആയിട്ട് ലഭ്യമാണ്. അങ്ങനെ പഠിക്കുന്നതിലും ചിലവേറിയതായിരിക്കും ഈ കോഴ്സ് പഠിക്കുമ്പോൾ. ആവറേജ് ഫീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 50,000 തൊട്ട് 3 ലക്ഷം വരെയാണ് ഈ കോഴ്സിൻ്റെ ഒരു ആവറേജ് ഫീസ്. നിങ്ങൾക്ക് ഞാൻ മുമ്പ് വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലൊക്കെ വളരെ കുറഞ്ഞ ചിലവിലും പ്രൈവറ്റ് കോളേജുകളിൽ വളരെ ഉയർന്ന ചിലവിലും ഈ കോഴ്സ് പഠിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഒരു ആവറേജ് ഫീസാണ്. നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണോ കോളേജിലാണോ ഈ കോഴ്സിന് ചേരുവാൻ ആഗ്രഹിക്കുന്നത്, ആ യൂണിവേഴ്സിറ്റിയുടെയും കോളേജിൻ്റെയും വെബ്സൈറ്റിൽ കയറി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥമായ ഫീസ് ലഭ്യമാണ്. വിഷ്വൽ ആർട്സ് എന്ന ഈ കോഴ്സ് കേരളത്തിൽ ലഭ്യമായിരിക്കുന്ന കോളേജുകൾ തുടങ്ങിയ വിവരങ്ങൾക്കായി നിങ്ങൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപയോഗിച്ച് കേരളത്തിൽ ഈ കോഴ്സ് ലഭ്യമായിരിക്കുന്ന കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ അവിടെ തന്നെ നൽകിയിരിക്കുന്ന മറ്റ് ലിങ്കുകൾ ഉപയോഗിച്ച് ഈ കോഴ്സിൻ്റെ സിലബസിൻ്റെ പൂർണ്ണ വിവരവും നിങ്ങൾക്ക് ആ ലിങ്കുകൾ ഉപയോഗിച്ച് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നോക്കുവാൻ പോകുന്നത് ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന തൊഴിൽ മേഖലകൾ ഏതൊക്കെയാണെന്നും
തുടങ്ങിയ വിവരങ്ങളാണ്. വിഷ്വൽ ആർട്സ് എന്ന ഈ കോഴ്സിന് ശേഷം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന തൊഴിൽ മേഖലകൾ എന്നിവയൊക്കെയാണ് നാം ഇനി നോക്കുവാൻ പോകുന്നത്. നിങ്ങൾക്ക് BA വിഷ്വൽ ആർട്സ് എന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം ആർട്ട് സ്റ്റുഡിയോ, ആർട്ട് കൗൺസിൽസ്, ഫോട്ടോഗ്രാഫി സ്റ്റുഡിയോസ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് പ്രൈവറ്റ് ആകാം പബ്ലിക് ആകാം, എവിടെയും നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്തുവാൻ ശ്രമിക്കാവുന്നതാണ്. പിന്നെ ഫിലിം ഇൻഡസ്ട്രി, അങ്ങനെ മ്യൂസിയംസ്, ഗാലറീസ് തുടങ്ങിയ അനവധി മേഖലകളിൽ നിങ്ങൾക്ക് തൊഴിൽ കണ്ടെത്താവുന്നതാണ്. അവിടെയൊക്കെ ഏത് തരം തൊഴിലുകളാണ് നിങ്ങൾക്ക് ഏതൊക്കെ ജോബാണ് നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആർട്ട് ടീച്ചർ, ആർട്ട് അസോസിയേറ്റ് ഡയറക്ടർ, ഓഡിയോ വിഷ്വൽ ആർട്ടിസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് ഗ്രാഫിക് ഡിസൈനർ, വിഷ്വൽ ഡിസൈനർ, കോസ്റ്റ്യൂം ഡിസൈനർ തുടങ്ങിയ പല മേഖലകളിലും നിങ്ങൾക്ക് BA വിഷ്വൽ ആർട്സിന് ശേഷം പ്രവർത്തിക്കാവുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന എല്ലാ തൊഴിലും നിങ്ങൾക്ക് BA വിഷ്വൽ ആർട്സ് കംപ്ലീറ്റ് ചെയ്ത ഉടനെ ലഭിക്കുന്നതല്ല. എക്സ്പീരിയൻസിൻ്റെയും തുടർ പഠനത്തിൻ്റെയും ഒക്കെ സഹായത്തോടെ ആയിരിക്കും ഈ ജോലിയെല്ലാം ലഭിക്കുന്നതെന്ന് നിങ്ങൾ ഓർക്കുക. പിന്നെ നിങ്ങൾക്ക് ഈ കോഴ്സിന് ശേഷം വിദേശ രാജ്യങ്ങളിലും അനവധി തൊഴിലവസരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുന്നതാണ്. പോകുന്നത് BA വിഷ്വൽ ആർട്സ് എന്ന ഈ കോഴ്സിന് ശേഷം തിരഞ്ഞെടുക്കാവുന്ന തുടർ പഠന മേഖലകളാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ തന്നെ MA കോഴ്സ്, MA വിഷ്വൽ ആർട്സ് എന്ന കോഴ്സ് ലഭ്യമാണ്. അതെടുക്കാവുന്നതാണ്. അത് 2 വർഷ കോഴ്സാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. പിന്നെ ഡിഗ്രി യോഗ്യതകളായി വരുന്ന മറ്റ് PG കോഴ്സുകൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മുമ്പ് ഈ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കോഴ്സിൻ്റെ അഥവാ BA വിഷ്വൽ ആർട്സിൽ കോളേജ് ലഭ്യമായിട്ടുള്ള കോളേജുകളുടെ ലിസ്റ്റ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ചെടുക്കാവുന്നതാണ്. സിലബസ് നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് തന്നെ എടുക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ തുടങ്ങിയവ ചെയ്ത് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഈ കോഴ്സുമായി ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. യൂണിവേഴ്സിറ്റി, കണ്ണൂർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, കേരള യൂണിവേഴ്സിറ്റി തുടങ്ങിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ എങ്ങനെ ഈ കോഴ്സിൽ അഡ്മിഷന് വേണ്ടി അപേക്ഷിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ +2ൻ്റെ മാർക്ക് വന്ന ശേഷം 2 മാസം കൂടിപ്പോയാൽ അല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെ ഇത് വരുന്നതാണ്. അഡ്മിഷൻ പോർട്ടലുകൾ ഓൺ ആകുന്നതാണ്. അന്നേരം യൂണിവേഴ്സിറ്റികളുടെ വെബ്സൈറ്റ് വഴി കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. MG യൂണിവേഴ്സിറ്റിയിൽ എങ്ങനെ ഡിഗ്രി കോഴ്സുകൾക്ക് അപ്ലൈ ചെയ്യാമെന്ന് ഈ ചാനലിൽ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. മറ്റ് യൂണിവേഴ്സിറ്റികളിലും എങ്ങനെ അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ആ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് നോക്കിയാൽ നിങ്ങൾക്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മനസ്സിലാക്കുന്നതാവുന്നതാണ്. അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്.